ആണോ, അവരുടെ ബിസിനസ് എങ്ങനെയാണ് നടക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് ക്യാഷ് ജനറേറ്റ് ആവുന്നത്, അവർ ശരിക്കും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, അവർ എന്തിനാണ് സ്റ്റുഡൻസിന് അടുത്ത് പൈസ അതൊക്കെ കൺഫേം ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങളുടെ സ്റ്റുഡൻസിനെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിത് ഒന്നോ രണ്ടോ പേരില്ല 100 കണക്കിന് സ്റ്റുഡൻസിന്റെ ലൈഫാണ് നിങ്ങൾ ഡെസ്ട്രോയ് ചെയ്യുന്നത്. കേരളത്തിലെ മിക്ക സാധാ കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്ന എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടാണ് BCA BSc ഒക്കെ പഠിച്ചു വരുന്നവരെയാണ് ഈ കമ്പനീസ് ടാർഗറ്റ് ചെയ്യുന്നതും. അവരെ ഡ്രീം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങൾക്ക് നല്ല പ്ലേസ്ഡ് ആണ്, ഞങ്ങളെ ട്രെയിനിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് പറ്റിച്ചിട്ടാണ് അങ്ങോട്ട് കൊണ്ടുവന്നത്. കൊണ്ടതിന് ശേഷം അവർക്ക് എന്തൊക്കെ ഒരു ബന്ധമില്ലാത്ത ട്രെയിനിങ് കൊടുക്കുന്ന 5-6 മാസം കഴിഞ്ഞിട്ട് അവർക്ക് ജോലിയില്ല, കാര്യമില്ല, അവർക്ക് പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ് ഇല്ല, അവരുടെ ലൈഫ് ആക്ച്വലി വേസ്റ്റ് ആയി കിടക്കുകയാണ്. ഇതാണ് പുറത്ത് ഇനി വേറൊരു കമ്പനിയോട് പറയാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഇത് അവരുടെ ഇമേജും അവരുടെ റെപ്യൂട്ടേഷനും കൂടിയാണ് ബാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ സ്റ്റുഡൻസിന് ഏതൊരു പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞേക്കുന്നതിന് മുന്നേ ഒരു മിനിമം ബേസിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക. സ്റ്റുഡൻസ് നിങ്ങൾ ഇത് അവെയർ ആയിരിക്കുക. നിങ്ങൾ ഇത് അവെയർ ആയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഓരോ കമ്പനീസ് കാണുമ്പോൾ ഒരിക്കലും അതിന്റെ അടുത്തേക്ക് പോകാൻ നിൽക്കണ്ട, അപ്ലൈ പോലും ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, ജസ്റ്റ് ഇഗ്നോർ ദം. ഓക്കെ.